ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് സ്റ്റഡി വ്ലോഗ് തന്നെയാണ്. അതായത് നാളെ നമ്മുടെ ഓൺ എക്സാം ആണല്ലോ. അപ്പം എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മലയാളമാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് മലയാളത്തിൻ്റെ സ്റ്റഡി വ്ലോഗ് ഇടുമോ, ഈ മലയാളം എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് നോട്ടാണ് നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മലയാളം പ്രത്യേകിച്ച് ഞാൻ ഒരു നോട്ടും നോക്കാറില്ല. എൻ്റെ കയ്യിൽ ആകെ മലയാളത്തിനുള്ളൊരു ബുക്ക് ഇതാണ്. ഇത് കണ്ടിട്ട് ആരും ഗൈഡാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഇതല്ലല്ലോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് തോന്നാം. ഇത് ഓപ്പൺ സ്കൂൾ ബേസ്ഡ് ആണ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ ടെക്സ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു ബൈൻഡിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമിന് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പോർഷൻസ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കിപ്പോൾ സ്കൂളിൽ ഫസ്റ്റത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ഉണ്ട്, എഴുത്തകം കംപ്ലീറ്റ് ഉണ്ട്, പിന്നെ തനതിടത്തിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ, അതായത് കേശിനി മൊഴി. അപ്പോൾ മൊത്തം 5 പാഠമാണ് ഉള്ളത്. ഞാനിത് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ്സസ് കണ്ടാണ് പഠിക്കാറ്. അതിനായിട്ട് തന്നെ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ ഏതിൻ്റെ ക്ലാസ് നോക്കിയിട്ടാണ് കാണുന്നത്, എന്തെങ്കിലും ക്ലാസ് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ നോട്ട്സ് ഞാൻ പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് നോട്ട്സ് ഒന്നും നോക്കുന്നില്ല. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം ചോദിച്ചു. ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സസ് കാണാറുണ്ട്, പക്ഷെ മലയാളം ഞാൻ കൂടുതലും കാണാറ് എഡ്യൂപോർട്ടിൻ്റെ ഈ സാറിൻ്റെ. ഓക്കെ, ഇതിനകത്ത് ഇതായതുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റില്ലായിരിക്കും. അറേഞ്ച് ആക്കി ഞാൻ നോക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ് കിടക്കുന്നുണ്ടോ, എഡ്യൂപോർട്ടിലെ ഈ ഒരു സാറിൻ്റെ ക്ലാസ്സാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ +1 ക്ലാസ് ടൈമിൽ, അതായത് നമ്മുടെ മോഡൽ എക്സാം മലയാളത്തിനാണ് ഞാൻ ഈ സാറിൻ്റെ ക്ലാസ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ സാറിൻ്റെ ക്ലാസ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സമ്മറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് സമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ കാണാറല്ല. അത് ഒരുപാട് നേരം എടുത്ത് ആ ചാപ്റ്റർ പറയുന്നില്ല, 10-15 മിനിറ്റ് കൊണ്ട് ആ ഒരു ചാപ്റ്റർ പറഞ്ഞു തീർക്കുന്ന ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ അത് കാണാം. ഫസ്റ്റ് കണ്ണാടിയും കാൺമോളവും തന്നെ കാണാം. ആ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു അധികം എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരത്തില്ല, കാര്യം ഞങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ ഇത് പഠിച്ചതാണ് ഒരാണ്. പിന്നെ പറഞ്ഞല്ലോ, ഞാൻ മലയാളത്തിലൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അത് ആ ഒരു ചാപ്റ്റർ വായിച്ച് നോക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയം നല്ല രീതിയിൽ വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമേ ക്ലാസ് കാണത്തുള്ളൂ. കാര്യം നമ്മൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചിട്ട് പിന്നെ ക്ലാസ് കാണുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. സമയം എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂർ സംതിങ് എടുത്തിട്ടുള്ളൂ. 5 ചാപ്റ്ററിൻ്റെ ഇത് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്,
അത് കഴിഞ്ഞ് ജസ്റ്റ് അത് എഴുതിയ ആളുടെ ബേസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുന്നു. പിന്നെ ഈ ഒരു ക്ലാസ് കാണാം. ഞാൻ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഓരോ സ്ലൈഡും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വായിക്കും. പിന്നെ ഈ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ സമ്മറി മാത്രമല്ല പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ പോയിൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാണ് പോയത്. അപ്പോൾ നാളത്തേക്കുള്ള പോർഷൻസ് 5 കവറാക്കിയിട്ടുണ്ട്. ഇനി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിൽ ഒരു പ്രവേശകം ഉണ്ടാവുമല്ലോ, ഞാനത് നോക്കാറുണ്ട് കേട്ടോ. കാര്യം നമുക്ക് കഴിഞ്ഞ തവണ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പിന്നെ ഏതോ മാച്ച് ദ ഫോളോയിങ് വന്നതൊക്കെ പ്രവേശകത്തിൽ നിന്നായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അത് എവിടുന്നാണ് വന്നതെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ പ്രവേശകം ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 ചാപ്റ്റർ ആയതുകൊണ്ടും 2ൻ്റെ പ്രവേശകം ഞങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടും അതും കൂടെ ഒന്ന് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഫസ്റ്റത്തെ തുടങ്ങുമല്ലോ, അതായത് എഴുത്തകം, അതിൻ്റെ അകത്തുള്ള പ്രവേശകം ECG സുദർശൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ്. അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം എങ്ങനെ സഹായിക്കുന്നു എന്ന് ഈ അഭിപ്രായം മുൻനിർത്തി ചർച്ച ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതോ ഒരു വർഷം പബ്ലിക് എക്സാമിന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂണിറ്റ് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് എടുക്കാം. അതുമാത്രമല്ല ഇതിലുള്ള വേർഡ്സ് വന്നിട്ട് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ എഴുതാനും ചോദിക്കാം. മിക്കവരും ഇത് സ്കിപ്പാക്കും. അപ്പം ഈ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരിക്കലും പ്രവേശകമോ അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഒരു സ്മാൾ പോയിന്റ് പോലും മിസ്സാവാത്ത രീതിയിൽ മാക്സിമം ആശയം രീതിയിൽ നമ്മളത് പഠിച്ചു വെക്കുക. ഒരു സമ്മറി ആയിട്ട് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തന്നെത്താൻ എഴുതാൻ പറ്റുമല്ലോ. എഴുതാൻ മാതൃഭാഷയാണ്. അപ്പം മലയാളം ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ടതെന്ന് വരത്തില്ല. പിന്നെ കുറച്ച് പേരെങ്കിലും സ്പീഡിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. എനിക്കിതുവരെ മലയാളത്തിൻ്റെ ടൈം കിട്ടാതിരുന്നിട്ടില്ല. കറക്റ്റ് ടൈമിനൊരു 5 മിനിറ്റ് മുമ്പെങ്കിലും എഴുതി തീരുന്ന ഒരു സിറ്റുവേഷനാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. പിന്നെ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ നമുക്ക് ഞാൻ കുറച്ചുകൂടെ എഴുതിയാലേ എനിക്കൊന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അതായത് ഇപ്പോൾ 2 മാർക്കിന് നോർമലി പറയാം 2-3 വരിയെന്നാണ്. പക്ഷേ ഞാൻ ഏകദേശം ഒരു 4-5 വരെ എഴുതും. അതായത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ എന്ന് വെച്ചാൽ ഒരു ഇത്ര പോർഷനെങ്കിലും വരും. ഒരു അര പേജ് കംപ്ലീറ്റ് കാണത്തില്ല, ഒരു അര പേജ് അടുപ്പിച്ച് എഴുതും. 4 മാർക്കിന് നോർമലി അരപ്പുറം എന്നാണ് പറയാറ്. പക്ഷെ ഞാനൊരു 3/4 പേജെങ്കിലും മിനിമം എഴുതും. 6 മാർക്കിന് ഒരു പുറം എന്ന് പറയും, ഒരു 1.25 പേജെങ്കിലും കാണും. പിന്നെ 8 മാർക്കിന് എനിക്ക് തോന്നുന്നു 1.5 പുറം എന്ന് എന്തോ ആണ് പറയുന്നത്, അത് 2 പുറം അടുപ്പിച്ചെങ്കിലും മിനിമം എഴുതും. അപ്പോൾ ഈ കാര്യം നമ്മൾ കറക്റ്റ് അവർ പറയുന്ന അനുസരിച്ച് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. കുറേ നമ്മൾ വലിച്ചുവാരി എഴുതിയെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതുമ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഈ ഒരു ലെവലിൽ എഴുതിയില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല, കുറച്ചുകൂടെ ടെൻസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എഴുതും. പിന്നെ എനിക്കിതിങ്ങനെ എഴുതി വരുന്ന ടൈമിൽ ടൈം കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ വരാറില്ല. പക്ഷേ ചിലവർക്ക് ടൈം കിട്ടുന്ന ഭയങ്കര എന്താ പറയുക, നല്ല ഇഷ്യൂ ആയിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ ടൈം കിട്ടാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ പറയുന്ന ആ ഒരു ഇതിൽ തന്നെ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ടുള്ള ആൻസർ ആ ഒരു പോയിൻ്റ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചാണെന്നുണ്ടെങ്കിലും അവർ പറയുന്ന അരപ്പുറത്തിൽ അതിനാവശ്യമുള്ള എല്ലാ പോയിൻറ്സും ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 2-3 പോയിൻറ്റ്സൊക്കെ എക്സ്ട്രാ എഴുതുന്ന ടൈമിൽ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എഴുതാറുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈ ഹാർട്ട് ആക്കി വെക്കാറുണ്ടോയെന്ന്. എനിക്ക് തോന്നുന്നു ഈ ഒരു മലയാളത്തിൽ ബൈ ഹാർട്ട് ആക്കാത്തതായിരിക്കും മാക്സിമം നല്ലത്. പക്ഷേ ചില സെൻറ്റൻസുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ സ്റ്റോറിയിലൊക്കെ തന്നെ ചില സെൻറ്റൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസൊക്കെ ബൈ ഹാർട്ട് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതുമാത്രമല്ല ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് അതറിയാം എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ പാരഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ആക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നോക്കാത്തത്, നമുക്ക് ജസ്റ്റ് മലയാളമല്ലേ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എഴുതാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് നോക്കാറില്ല, ജസ്റ്റ് സമ്മറി നോക്കും. പിന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കാറുള്ളൂ മലയാളത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. പിന്നെ നമുക്ക് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്ക് വരാൻ കുറച്ചുകൂടെ ഇതായിട്ടുള്ളതാണ്. അപ്പം അത് കുറച്ചുകൂടെ ഇൻഡെപ്തി നോക്കണം. കാര്യം കഴിഞ്ഞ തവണ എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ, അതായത് എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് തന്നെ മലയാളത്തിന് 2 മാർക്ക് പോയി. അത് 1 വേർഡോ
എന്തോ തെറ്റിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് മലയാളത്തിന് മാർക്ക് കുറയാനുള്ള ചാൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ വൺ വേർഡ് ഒന്നും മിസ്റ്റേക്സ് വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് ഒരുവിധം എഴുതിയെത്തിക്കാൻ പറ്റും. പിന്നെ ടൈം മാനേജ് ചെയ്ത് എഴുതാനും പറ്റുക. ഇതാണെങ്കിൽ തന്നെ ഒരുവിധം നമുക്ക് പോർഷൻസും കവർ ചെയ്ത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ കാര്യം. അപ്പോൾ പോർഷൻസ് എന്തായാലും ഒരുവിധം കവറായല്ലോ. അപ്പോൾ സമാധാനമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും താങ്ക് യു.